എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പിയാണ്, അതായത് സിമ്പിൾ റെസിപ്പി കേട്ടോ. അതായത് നമ്മുടെ മേത്തി പറാട്ട, അതായത് ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ അറിയാൻ മേലാത്തവർക്കായി പറയാം, ഉലുവയുടെ ഇലയാണ്. അപ്പോൾ ഇത് പണ്ട് 2 രൂപയ്ക്ക് കിട്ടിയിരുന്നു കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞ് 5 ആയി, 10 ആയി. ഇപ്പോൾ കിലോ 40 രൂപ. അതായത് ഈ കെട്ട് ഇത് 20 രൂപയ്ക്കുള്ളതാണ്. പിന്നെ ഇതിന് കൂടെ പച്ചമുളക്. ഈ പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എരിവില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു പച്ചമുളക് ആദ്യമായിട്ട് കാണാം. ഇങ്ങനത്തെ പച്ചമുളക് ചിലപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവാറ് പതിവുണ്ട്, പക്ഷേ ഇത്തവണ ഒരെണ്ണത്തിന് പോലും തരി പോലും എരിവില്ല. ഇത് വില കുറവാണ് കേട്ടോ. ഇത് 1/4 കിലോയ്ക്ക് 10 രൂപയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത പടിയിലേക്ക്, അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നതായിരിക്കും. അതായത് അതിന് ശേഷം പറയാം കേട്ടോ. മേത്തി പറാട്ട ഉണ്ടാക്കാനായിട്ട് ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്. ഈ പച്ചമുളകിന് ഒട്ടും എരിവില്ലാത്ത കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത്രമാത്രം പച്ചമുളക് വന്നാൽ. പിന്നെ മേത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ച് കടുക് വറുത്തു, പിന്നെ അതിൻ്റെ മുകളിൽ ജീരകം ഇട്ടു, ഒരു പച്ചമുളക് വെറുതെ ഇട്ടു കേട്ടോ. അത് എനിക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ഉള്ളി ഇടാം. ആദ്യം ഇത് മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കുക വേണ്ട കേട്ടോ. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്നായി കഴിയുമ്പോൾ പച്ചമുളക് ഇടാം. പച്ചമുളക് നിങ്ങൾ കാണുമ്പോൾ ഒരു തോരൻ പോലെ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊട്ടും എരിവില്ലാത്ത, ഒരു തരി പോലും എരിവില്ല. ഒട്ടും എരിവില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും എരിവില്ല. സാധാരണ കുറച്ച് എരിവുള്ളതാണ്, പക്ഷേ ഇത്തവണ ഒട്ടും എരിവില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഉള്ളി എടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കായം ഇവിടെ ഇടാം. ശക്കലം കായം, ഒരു നുള്ളു കായം. അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്, ചിലർക്ക് ഇതുകൊണ്ട് ഗ്യാസ് വരും കേട്ടോ. ചിലർ പറയണ കേട്ടോ, എനിക്ക് പക്ഷേ വിശ്വാസം പോരാ. പക്ഷേ അതിന് വേണ്ടി എന്തായാലും കുഴപ്പമില്ല, ഇച്ചിരി കായം ഇടുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് ചപ്പാത്തിക്കും വേണ്ടി. അപ്പം മെഴുക്കുവരട്ടിക്ക് കായം ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തിക്കും കൂടി മേത്തി പറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ മസാല ഇടുന്നത്. അത് രണ്ടും ഒരേപോലെ തന്നെയാണ്. മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, മല്ലിപ്പൊടി ഇടുക, പിന്നെ ചിലർ ഗരം മസാലയും കൂടി ഇടും, പക്ഷേ ഞാൻ ഇടാറില്ല. അതിന് പകരം കുറച്ച് കായം കൂടി ഇടും. അപ്പോൾ ഇത് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് കൂടെ ഉപ്പിട്ടു, കാരണം ചപ്പാത്തിക്ക് കൂടെ വേണ്ടതല്ലേ, പരോട്ട ഉണ്ടാക്കാനും കൂടെ വേണ്ട. അപ്പോൾ ഇത് വഴന്നു കഴിഞ്ഞു നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മേത്തി, അതായത് ഉലുവയില നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കുക. അടയ്ക്കണ്ട, അടച്ചു കഴിഞ്ഞാൽ വെള്ളം വീഴണ്ട, അപ്പോൾ കയ്പ്പ് കൂടും. അപ്പോൾ ഒരുമാതിരി ആയിട്ട് നമുക്ക് ഇളക്കി ഒന്നുകൂടെ ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്നുകൂടെ ഇങ്ങനെ കൂട്ടി വയ്ക്കാം. ഇങ്ങനെ ഒന്നുകൂടെ കൂട്ടി വയ്ക്കും. അങ്ങനെ 2 പ്രാവശ്യം കൂട്ടി വയ്ക്കുമ്പോഴത്തേക്കും ഈ മേത്തി വെന്ത് കഴിയും. അപ്പോൾ ഒരുമാതിരി വേവായിട്ടുണ്ട്, ഒരുമാതിരി ഇല വാടിയിട്ടുണ്ട്, വെന്തിട്ടില്ല. ഇലയായതുകൊണ്ട് പിന്നെ അധികം എന്താ പറയുക, സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഈ ജലാംശം ഒന്ന് വറ്റിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇടാം. അപ്പോൾ നോക്ക്, ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെ ലെയറായിട്ടിട്ട് അതായത് കുറേശ്ശായിട്ട് അവനവൻ്റെ ഇതനുസരിച്ച് കേട്ടോ. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇട്ടോളൂ, അല്ലെങ്കിൽ വേണ്ട. മല്ലിപ്പൊടി എല്ലാം ഇത്തിരി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇട്ട് നന്നായിട്ട് മിക്സായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ ചപ്പാത്തിയിൽ എണ്ണ കുഴയ്ക്കുമ്പം എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, ഇതിനകത്ത് എണ്ണ ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മുടെ തോരന്
മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് മെഴുക്കുവരട്ടിയായിട്ടും കഴിക്കാം, ചപ്പാത്തിക്ക് കഴിക്കാം, എന്തിനു വേണേലും കഴിക്കാം. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ മേത്തി പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ഇട്ട് മാവിൻ്റെ കൂട്ടത്തിലിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും എടുത്തു കഴിഞ്ഞ് ചപ്പാത്തി എണ്ണ തൂവാതെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ അടുപ്പത്ത് വെച്ച് തന്നെ അതിലേക്ക് നന്നായിട്ട് നെയ്യ് ഒഴിക്കുക. അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് നമുക്ക് മെഴുക്കുവരട്ടിയായി ചോറിന് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഞാനപ്പോൾ ബാക്കി ചപ്പാത്തിയും കൂടെ ആക്കി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അതെങ്ങനെയാണല്ലോ അതും കാണിച്ചില്ല. ഞാനോർത്ത് വേണ്ടാന്ന് വിചാരിച്ചു, പക്ഷേ അത് മുഴുവനാവണ്ടേ നമുക്ക് ചപ്പാത്തിയിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ച് വയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചിടാം. പറാട്ട ഉണ്ടാക്കാനായിട്ട്, അതായത് ചപ്പാത്തി പോലെ ഉണ്ടാക്കാനായിട്ട് ഇതാ മേത്തി ഞാൻ ഇന്നലെ അത് നമ്മൾ മെഴുക്കുവരട്ടി പോലെ കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. മെഴുക്കുവരട്ടി പോലെയാണ്. അതിൽ നിന്ന് എടുത്ത് നമുക്ക് ഉണ്ടാക്കാം, അല്ലെ പച്ചയ്ക്ക് നമുക്ക് ഇടാം, അതിന് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമില്ല. വെറുതെ ഇല നമുക്ക് അരിഞ്ഞ് ചപ്പാത്തി മാവിലിട്ടിട്ട് മുളക് പൊടി അതെല്ലാം ഡയറക്റ്റ് അതിലേക്ക് ഇട്ടിട്ട് നമുക്കങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഞാനിങ്ങനെ ഇതിനെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിന് വേണ്ടി 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ഉപ്പ് ഓൾറെഡി അതിനകത്തുള്ളതുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പ് ഇടുന്നുള്ളൂ. ഇനി നമുക്കിത് കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. ഇങ്ങനെ അപ്പോൾ ഇത് യോജിപ്പിച്ചത് കുഴയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ കുറച്ച് വലുതായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കും, മാവ് ഞാൻ കുഴച്ച് കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് മയം വരുത്തിയിട്ട്, കുറച്ച് മയം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ശകലം എണ്ണയും കൂടെ ഒഴിച്ചു. ഇത് നമുക്കിത് ഇനി കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഇതൊന്നും മയം വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ മാവിനെ വിഭജിച്ചപ്പം എത്രയുണ്ടെന്നറിയാമോ? 1 2 3 4 8 10 12 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മാവിനെ ഞാനിങ്ങനെ ഉരുളയാക്കിയപ്പം 12 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചപ്പാത്തി ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞു. ഒരാളിവിടെ ഉണ്ട് കേട്ടോ. അപ്പം പരത്തി ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പം ഫ്ലെയിം ഓൺ ചെയ്യാം. ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതൊന്ന് ചൂടായിക്കഴിഞ്ഞ് നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഒരുമാതിരി മൂത്തിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിടാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് അപ്പോൾ ഇതിൻ്റെ പുറകുവശത്തും കൂടെ ഇട്ട് കൊടുക്കും. ഇനി എൻ്റെ കൈ കൊണ്ടു, അതുകൊണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ കാണിക്കാം കേട്ടോ. നിങ്ങൾ എനിക്ക് ശരിക്കും കാണിച്ചോ എന്നൊരു സംശയം. ഇതാ ഞാൻ അടുത്തത് ഇട്ടു. ഇതിൽ കുറച്ച് ബബിൾസ് വരും. ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ ഉടനെ തന്നെ അതിനെ നമ്മൾ മറിച്ചിടുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരുമാതിരി പകുതി വെന്തായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മളിതിനെ നെയ്യ് വരട്ടുക കുറച്ചധികം. അപ്പോൾ അതിൻ്റെ പുറകുവശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒന്നുകൂടി നെയ്യ് വരട്ടുക. ഒന്നുകൂടി മറിച്ചിടുക.
അപ്പോൾ നമ്മുടെ അടുത്ത ചപ്പാത്തി റെഡിയായി. അങ്ങനെ നമ്മൾ അടുത്ത ചപ്പാത്തി, അപ്പോൾ എല്ലാ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ അടുത്ത ഒരു ചപ്പാത്തിയും കൂടെ, ആലു പൊറോട്ട. ഇനി അടുത്തത് എൻ്റെ അതായിരിക്കും. അങ്ങനെ ഇവിടെ പലതരത്തിലുള്ള പൊറാട്ടകളുണ്ട്. ചപ്പാത്തി എന്ന് നമ്മൾ പറയും, ഇവർ പൊറാട്ട എന്നാണ് പറയണത്. പലതരത്തിലുണ്ട്. മുളി പൊറാട്ട, പിന്നെ സ്പിനാച്ച് പൊറാട്ട, ഉള്ളി പൊറാട്ട, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഇതൊക്കെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ആക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ചപ്പാത്തി മാവ് കഴിക്കുന്ന പോലെ തന്നെ ബാക്കി അതിൻ്റെ കൂടെ ഇട്ട് ബാക്കിയെല്ലാം കഴിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. അപ്പോൾ നമ്മുടെ പൊറാട്ട, മേത്തി പൊറാട്ട റെഡിയായി കേട്ടോ. ഞാൻ എല്ലാം ചുട്ടു. ഇതുപോലെ മൊരിയിക്കണമെങ്കിൽ മൊരിയിക്കും, ഇല്ലെങ്കിൽ ഈ മൊരിയിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 ദിവസം വരെ ഇതിങ്ങനെ തന്നെ ഇരിക്കും, ചീത്തയാവുകയില്ല. അത് കൂടുതലും ഇരിക്കും, പക്ഷെ 2 ദിവസം ആകുമ്പോഴത്തേക്ക് ഇവിടെ തീരും കേട്ടോ. ഇന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ. ഈ യാത്രയൊക്കെ പോകുമ്പോൾ കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കും. അത് ചീത്തയാവാറേ ഇല്ല. 3 ദിവസം വരെ ഇരുന്നിട്ടുണ്ട്. ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ വരില്ല. നെയ്യ് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നെയ്യ് നല്ലോണം ഇടണമെന്ന് മാത്രം. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയാവുകയില്ല. 2-3 ദിവസത്തേക്ക് നമുക്കിത് കഴിക്കാം. ഇതിൻ്റെ ഒപ്പം പച്ചമുളക് അച്ചാർ, അതായത് ഞാൻ ഇതിനു മുമ്പ് ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, പച്ചമുളക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ പറയുകയാണെങ്കിൽ നാരങ്ങ അച്ചാറോ, അല്ലെങ്കിൽ പിന്നെ മുറബ എന്ന് പറഞ്ഞിട്ട് ഈ നെല്ലിക്ക അങ്ങനെ വെയിലത്ത് വെച്ച് പഞ്ചസാരയിട്ട് അങ്ങനെ വറ്റിച്ച് അങ്ങനെ ഒരു സാധനം കൂടെ ഇവിടെ ഉണ്ട്. അത് കൂട്ടി ഇവർ കഴിക്കും. ഞങ്ങൾ സാധാരണ അച്ചാർ കൂട്ടിയാണ് കഴിക്കാറ്. മുളകിൻ്റെ അച്ചാർ കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കാറ്, അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. പൊട്ടറ്റോ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ അത് കഴിക്കാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിനകത്ത് മുളക്, കായം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടപ്പോൾ ഇതൊരു ഇത്തിരി ഉപ്പ് കുറഞ്ഞു പോയി കേട്ടോ. എനിക്ക് ഇത്തിരി ഉപ്പ് കൂടുതൽ വേണ്ട കൂട്ടത്തില്ല. അപ്പോൾ നിങ്ങളത് മാവ് കുഴച്ച് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവനവൻ്റെ ക്രമം അനുസരിച്ച് മുളക് കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും. മുളകോ പിന്നെ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അനദർ ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കാം ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണേ.